അവിടെ രാഹുൽ സുരേഷ് ഉണ്ട് ഇടുക്കിയിൽ. എങ്ങനെയാണ് ഇടുക്കി ചിന്തിക്കുന്നത്? തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിലാണ് രാഹുൽ. രാവിലെ നേരമൊക്കെ വെളുത്തു വന്നു, വോട്ടർമാരൊക്കെ രാവിലെ വരി നിന്ന് വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തിത്തുടങ്ങിയോ? എന്താണ് ഇടുക്കിയുടെ അവസ്ഥ? തീരപ്രദേശങ്ങളിലും സമതലങ്ങളിലും ഒക്കെ നല്ല വോട്ടർമാർ, നല്ല ക്യൂ കാണുന്നുണ്ട് പോളിംഗ് ബൂത്തിൽ. ഇടുക്കിയിൽ എന്താണ് അവസ്ഥ? വോട്ടർമാരൊക്കെ എത്തിയോ അതോ കുറച്ചു നേരം കൂടി കഴിയുമോ വോട്ടർമാരുടെ ഒരു തിരക്ക് കൂടാൻ? ഡോക്ടർ അരുൺ, ഇടുക്കിയിൽ നേരെ മറിച്ചാണ് സാഹചര്യം. രാവിലെ ഒരു തണുത്തൊരു പ്രഭാതമായിരുന്നു, അതിനുശേഷം മഞ്ഞൊക്കെയുള്ള ഒരു പ്രഭാതത്തിന് ശേഷം ഇപ്പോൾ നല്ല വെയിലായിട്ടുണ്ട്. രാവിലെ തണുപ്പായിരുന്നെങ്കിൽ ഇപ്പോൾ നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ തിരക്ക് ഒരു പോളിംഗ് സ്റ്റേഷനിലും ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നമ്മൾ പോയ മിക്ക പോളിംഗ് സ്റ്റേഷനിലും ബ്ലാങ്ക് ആണ് അവസ്ഥ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഉള്ളത് തടിയമ്പാടാണുള്ളത്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡായിട്ടുള്ള തടിയമ്പാടാണുള്ളത്. തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടുത്തെ പോളിംഗ് ഏജന്റും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ 1-2 വോട്ടേഴ്സും മാത്രമാണ് ഇവിടെ ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് ജില്ലകളെ അപേക്ഷിച്ചുകൊണ്ട് ഇടുക്കി ജില്ലയിൽ പോളിംഗ് സാവധാനമാണ് പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഇതുവരെ ഏതാണ്ട് 10 കാലാകുമ്പോൾ 14% മാത്രമാണ് ജില്ലയിലെ ആകെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. ഒരിടത്തും നീണ്ട പോളിംഗ് ഇല്ല. അതിന് പ്രധാനപ്പെട്ട കാരണം രാവിലെ തണുപ്പായതുകൊണ്ട് ആളുകൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്താൻ താമസിക്കും. അതുകൂടാതെ രാവിലെ തോട്ടം മേഖലയിലൊക്കെ ജോലിക്ക് പോകുന്ന ആളുകൾ രാവിലെ ജോലിക്ക് പോകും. ഉച്ചയ്ക്ക് കനത്ത വെയിലാണ്. ഉച്ചയ്ക്ക് ശേഷം ഇവർ ജോലിയൊക്കെ കഴിഞ്ഞാണ് സാവധാനം വോട്ട് ചെയ്യാനായി എത്തുന്നത്. രാവിലെ പ്രധാനപ്പെട്ട എത്തുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ പശുവിനെയൊക്കെ കറന്ന് മിൽമയിൽ പാല് കൊടുക്കാൻ പോകുന്ന ആൾക്കാരും പള്ളിയിൽ കുർബാനയ്ക്കൊക്കെ പോയി എത്തുന്ന ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് രാവിലെ വോട്ട് ചെയ്യാൻ എത്തുന്നത്. ബാക്കിയുള്ള സാധാരണക്കാരായ മുഴുവൻ ആളുകളും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും എത്തുക എന്നുള്ളതാണ്. നമുക്ക് പോളിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ ജില്ലയിൽ ആകെ പോളിംഗ് ശതമാനം 14.04 ഇനിയിപ്പോൾ 2 നഗരസഭകളാണുള്ളത്. 2 നഗരസഭകളിലെ കാര്യം നോക്കുകയാണെങ്കിൽ തൊടുപുഴ നഗരസഭയിൽ 16.15 കട്ടപ്പനയിൽ 14.53 എന്താണെങ്കിലും 1-2 ആളുകളൊക്കെ നമ്മുടെ ഈ വോട്ടിംഗ് കേന്ദ്രത്തിലേക്ക് എത്തുന്നുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അരുൺ, മലയോര മേഖലകളിൽ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. ബാക്കി എല്ലായിടങ്ങളിലും അത്യാവശ്യം ഭേദപ്പെട്ട പോളിംഗ് ആണ്. പക്ഷേ ഇടുക്കിയിലേക്ക് വരുമ്പോൾ ഒരു തണുത്ത പ്രതികരണമാണ് വോട്ടർമാരുടെ ഭാഗത്തുനിന്ന്. ഇടുക്കിയിലെ വോട്ടർമാരെ നിങ്ങൾ ഉണരൂ, വെയിൽ വന്നു കഴിഞ്ഞു, മഞ്ഞൊക്കെ പോയി, തണുപ്പൊക്കെ മാറി, പോളിംഗ് ബൂത്തിലേക്ക് വരൂ. നല്ല ഉശിരൻ പോളിംഗ് അല്ലേ നടക്കുന്നത്. ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആവേശത്തോടുകൂടി തീരദേശങ്ങളിലുള്ള മനുഷ്യർ, നഗരഹൃദയങ്ങളിലുള്ള മനുഷ്യരൊക്കെ വോട്ട് ചെയ്ത് വരുന്നത് കണ്ടില്ലേ. ഇടുക്കി ഉണരും. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 21 മിനിറ്റായി. കുറച്ചുകൂടി ചൂട് പിടിക്കുന്ന സമയത്ത് ഇടുക്കിയിലെ വോട്ടർമാരെല്ലാവരും കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നു. നേരത്തെ എം എ ബേബി വന്ന് വോട്ട് ചെയ്ത് പോയത് നമ്മൾ കണ്ടു. തെരഞ്ഞെടുപ്പ് ദിവസം UDF കൺവീനറിൻ്റെ പ്രതികരണം UDFനെ വെട്ടിലാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായി. അതിനെതിരെയുള്ള പ്രതികരണം രമേശ് ചെന്നിത്തല അത് അപ്പോൾ തന്നെ അപകടം തിരിച്ചറിഞ്ഞ് അത് തിരുത്തി. പക്ഷേ അതിനുള്ള പ്രതികരണം എത്തിയിട്ടില്ല.